ജന്മാദ്യസ്യേതോന്നയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഖ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിതർഗോമുഷാ ധാംനാസ്തേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെയൊക്കെ സഹകരണത്തിലാണ് ചാനൽ നിലനിന്ന് പോകുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 15-ാം അധ്യായത്തിൽ വലിയ അധ്യായമാണത്, അധികം ശ്ലോകമുണ്ട്. 45-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. സന്ദർഭം, സനകാദികൾ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ പോകുന്നു. വടിവെച്ച് അവർ തടുക്കണു. ജയവിജയന്മാർ ശപിച്ചു അവരെ ഈ ലോകത്തിൽ റിപ്പോർട്ട് അതപ്പതിച്ച് ജീവിക്കാറാവട്ടെ. വൈകുണ്ഠത്തിലെത്താന്ന് പറഞ്ഞാൽ എത്രയോ ഉയർന്നെത്തിയതാണ് അവർ. അനവധി ഉപാസനകളുടെ ഫലമായിട്ടേ അതൊക്കെ വീണ്ടും ഈ ഭൂമിയിലേക്ക് കീഴ്പ്പെട്ട് വന്നിട്ട് ഉപേക്ഷിച്ച് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ശിക്ഷ ഇനി അവർക്ക് വേറെ ഇല്ല. അപ്പോൾ ആ സനകാദികൾ അവിടെ പോയിട്ട് ശപിക്കാൻ ഉള്ള കാരണം ഭഗവാനെ കണ്ട് സ്തുതിച്ചു എന്നാണ് പറഞ്ഞത്. വൈകുണ്ഠം അനാദികൾ കണ്ടിട്ടുള്ള വൈകുണ്ഠത്തെക്കുറിച്ച് കുറച്ചിങ്ങനെ വർണ്ണിക്കണം. അതിനെ കഴിഞ്ഞിട്ട് കുമാരന്മാരെന്താണ് ഭഗവാനെ കണ്ടപ്പോൾ പറഞ്ഞത്. ഭഗവാനെ കണ്ടു, ഭഗവാൻ വന്നു, ഗരുഡൻ്റെ പുറത്ത് കൈയൊക്കെ വെച്ച് അവിടേക്ക് വന്നു എന്ന് പറയുണ്ടായി. ആ കണ്ട ഭഗവാനെയും കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചു ഇല്ലേ. മഞ്ഞപ്പട്ടുടുത്തിട്ടും ശംഖചക്രകഥാത്മാർ മഹാലക്ഷ്മിയാകുന്ന ശ്രീയോട് കൂടിയിട്ട് വിളങ്ങുന്ന എന്നൊക്കെ പറഞ്ഞ് ഈ ആ കുമാരന്മാർ, സനൽകുമാരന്മാർ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ എങ്ങനെ സ്തുതിച്ചു? ആ സ്തുതിയാണ് പറഞ്ഞ കുമാര ഊജു. യോന്തർ ഇതോ ഹൃദിഗതോപി ദുരാത്മനാം ത്വം സോദേവനോ നയനമൂലം അനന്തരാധ എർഹേവ കർണവിവരേണ ഗുഹാംഗതോന പിത്രാനു വർണ്ണിതരഹ ഭവതുദ്ഭവേന അങ്ങയിൽ നിന്ന് ഉദ്ഭവിച്ചതായ പിത്ര പിതാവിനാൽ ബ്രഹ്മാവ്, ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ചത് ബ്രഹ്മാവ്. യർഹി ഏവ ഏതൊരു സമയത്തിൽ അനുവർണിത രഹ വർണ്ണിക്കപ്പെട്ടതായ ത്വം ബ്രഹ്മാവ് വർണ്ണിക്കപ്പെട്ടതായ അങ്ങന്ന് ത്വം കർണവിവരേണ കർണദ്വാരത്തിൽ കൂടെ ന വിസർഗം ഞങ്ങളുടെ, നെഗറ്റീവ് അല്ല, വിസർഗം ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇല്ലാതർത്ഥം. ഇവിടെയോ ഞങ്ങളുടെ നഹ ഗുഹാം ഹൃദയഗുഹയെ ഗത പ്രാപിച്ചുവോ, ഹൃദയഗുഹയെ ഗതാം പ്രാപിച്ചുവോ, ഗുഹാം ഗത ആ ഭഗവാൻ ദുരാത്മന ദുഷിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവരുടെയും ഹൃദിഗതബി ഹൃദയത്തിൽ ഉള്ളവനാണെങ്കിലും, നല്ലവരുടെ ഉള്ളിലുണ്ട് ചീത്തരുടെ ഉള്ളിലുണ്ട്. അത്രേ ഭഗവാൻ ചീത്തരുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ ചീത്ത ചെയ്യിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്നാണ് പറയണത്. അതെന്തിനാന്നൊക്കെ ചോദിച്ചാൽ ലോകത്തിൽ നല്ലതും ചീത്ത ഉണ്ടാവണമല്ലോ, അപ്പോഴേ ലോകം ഉണ്ടാവുള്ളൂ. നല്ലതിൻ്റെ ഗുണം അറിയണമെന്ന് വെച്ചാൽ ചീത്ത ഉണ്ടാവണം. ഇരുട്ടില്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ വേലയെ അറിയൂ. അപ്പോൾ ഈ ചീത്ത ആൾക്കാരുടെ ഉള്ളിലുണ്ടത്രേ ഭഗവാൻ. അവർക്ക് ആ ചീത്ത പ്രേരണ കൊടുക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ അതിനെ നമുക്കൊന്നും പറയാനൊന്നുമില്ല. ചീത്ത ആൾക്കാർ ചീത്തയായിട്ട് ജീവിക്കണം, നല്ല ആൾക്കാർ നല്ലതായിട്ട് ജീവിക്കണം. അന്തർഹിത മറഞ്ഞ് ദുഷ്ടാത്മാക്കളുടെ ഉള്ളിലും ഭഗവാനുണ്ട്. എവിടെയുണ്ട്? നല്ല ആൾക്കാരുടെ ഉള്ളിലുണ്ട്, ചീത്ത ആൾക്കാരുടെ. നല്ല ആൾക്കാരെ കൊണ്ട് നല്ലത് ചെയ്യിക്കുന്നു, ചീത്ത ആൾക്കാരെ കൊണ്ട് കെട്ടത് ചെയ്യിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള നയനമൂലം നേത്രമാർഗത്തെ അദ്യ ഏവ ഇപ്പോൾ തന്നെ പ്രാപിച്ചു. ഭഗവാനെ അങ്ങയെ കണ്ടത് മഹാഭാഗ്യമാണ്. ശരിക്കും അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അതിനൊരു കാരണം ഇവിടെ പറഞ്ഞു. എന്ത്? ഹൃദയ ഗതോപി
ഹൃദയത്തിൽ അന്തർഗൂഢമായിട്ട് വസിക്കുന്ന ആളെ കാണാൻ പറ്റുമോ? നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു അത്ഭുതം, വേറൊരാളുടെ മനസ്സിലുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ്. കാണാൻ പറ്റിച്ചാൽ വലിയ ബുദ്ധിമുട്ടായില്ലേ? ഒരാളെ പറ്റി നമ്മൾ എന്തൊക്കെ വിചാരിച്ചു വെച്ചാൽ അതൊക്കെ അയാൾ അറിഞ്ഞാൽ ഇവിടുത്തെ കാര്യം, ലോകത്തിലത്തെ കാര്യം എന്താവും വയ്ക്കുമോ? അപ്പം അങ്ങനൊരു സ്ഥിതി സാധാരണ ഒരാൾക്ക് ഇല്ല, കഴിയില്ല, ഹൃദയം അറിയാൻ കഴിയില്ല എന്ന്. അയാളുടെ ഉള്ളിലെന്താന്ന്, ഉള്ളിലിരിപ്പ് എന്താന്ന് അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല, സൂക്ഷിച്ചോളൂ എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. ഉള്ളിലിരിപ്പ് പറയാൻ പറ്റില്ല അത്രേ. പക്ഷെ ഇവിടെ ഹൃദിഗതോപി ദുരാത്മനാം വാ, ദുഷ്ടാത്മാക്കളുടെയും ബ്രാക്കറ്റ് നല്ലവരുടെയും എന്നവിടെ അണ്ടർസ്റ്റുഡ്. നല്ലവരുടെ ഉള്ളിലുണ്ടാവുമെന്ന് പറയണ്ടല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. നല്ലവരുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട്, അതുകൊണ്ടാണ് അവർ നല്ലത് ചെയ്യണം. ദുരാത്മനാം വാ മാത്രം ഇവിടെ പറഞ്ഞു. ദുഷ്ടാത്മാക്കളുടെ ഹൃദയത്തിലും അന്തർഹിതം മറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ, പെട്ടെന്ന് കാണാൻ പുറത്തേക്ക് പറ്റില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾക്കിപ്പോൾ അത് തരായി. സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഭഗവാനെ കാണുക എന്നത് ചിലർക്ക് മാത്രമുള്ളൊരു ഭാഗ്യമാണ്. മനസ്സുകൊണ്ട് കാണാം, അപൂർവം ചിലർ നേരിട്ട് കണ്ടു എന്ന് പ്രതീതിയാണത്. കാണാനൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. പക്ഷെ കണ്ട പോലെയുള്ള പ്രതീതി ഉണ്ടാവും. ഉണ്ണികൃഷ്ണനെ കണ്ടു, കലത്തിൽ അടച്ചു വെച്ചു കുറൂരമ്മ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. രൂപമില്ലാത്ത ഭഗവാനെ എങ്ങനെ രൂപമെടുക്കുക? അത് തോന്നൽ. പക്ഷെ ആ പ്രതീതി വളരെ ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. അതിനെ നമ്മൾ ഒട്ടും താണ് കാണുന്നില്ല, അങ്ങനെയൊന്നും താണ് കാണുന്നില്ല. അപ്പം അങ്ങനെ ഒരു അനുഭവം അവർക്ക് കൊടുത്തത് ഈശ്വരാനുഗ്രഹമാണ്. ചിലപ്പോൾ രൂപമെടുത്ത മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയ വിഷയമൊന്നുമല്ല അത്. എന്തായാലും ആ പ്രതീതി അവർക്ക് നൽകിയില്ലേ, അതൊരു ഭാഗ്യം തന്നെയല്ലേ. നമുക്ക് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടണില്ല. അപ്പോൾ കണ്ണിന് മുമ്പേ കാണാനോ തൊട്ടറിയാനോ പറ്റാത്ത സർവേശ്വര, എല്ലാവരുടെ ഹൃദയത്തിലും മറഞ്ഞിരിക്കുന്ന അങ്ങ്. ഈ വലിയ ശ്ലോകങ്ങളൊക്കെ എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് ഓടിപ്പോകേണ്ട ശ്ലോകങ്ങളല്ല. ചെറിയ ശ്ലോകങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ആ ഭഗവാനെ അല്ലേ, ഒക്കെ കാര്യങ്ങളുണ്ടാവുണ്ട. നമുക്ക് ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു. നയനമൂലമനാന്തരാധ, നയനമൂല കണ്ണിന് വിഷയമായി, അത് ഞങ്ങളുടെ ഭാഗ്യം. യർഹേവ കർണവിവരേണ ഗുഹാഗതോന പിത്രാനുവർണിതരകാഭവേന, പിതാവായിരിക്കുന്ന ബ്രഹ്മാവിനാൽ പല സ്ഥലത്തും ഭഗവാൻ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മാവ് വർണ്ണിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സ്ഥലങ്ങളും സന്ദർഭങ്ങളും. അപ്പം അങ്ങനെ പിതാവിനാൽ വർണ്ണിക്കപ്പെട്ടതായ ആ അങ്ങയെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചത് വളരെയേറെ ഭാഗ്യം എന്ന് ആദ്യം പറഞ്ഞു. തം ത്വാഭിധാമ ഭഗവൻ പരമാത്മതത്വം സത്വേന സംപ്രതിരതിൻ്റെ ജയന്തമേഷാം എത്തേനു താപവിധിതേർ ദൃഢഭക്തിയോഗേരുഗ്രന്ഥയോ ഹൃദിവിദുർമുനയോ വിരാഗ. അനുതാപ വിദിതൈ, ഇവിടെ അനുതാപം എന്ന് പറയുമ്പോൾ പശ്ചാത്താപമാണ്. പശ്ചാത്താപത്താൽ അറിയപ്പെടുന്ന ദൃഢഭക്തിയോഗി, ഭക്തിയാൽ. ഉത്ഗ്രന്ഥയ, ഗ്രന്ഥികൾ അഹങ്കാരങ്ങൾ നശിച്ചവരും, വിരാഗ ലോകത്തോടുള്ള സ്നേഹം ഇല്ലാതായവരും, മുനികൾ ആയ മുനികൾ. പശ്ചാത്താപം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് തെറ്റാ ചെയ്ത് ശല്യ? ഓരോ സന്ദർഭത്തിൽ ഏതെങ്കിലും ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവർ എന്നാവാം. എന്തായാലും അഹങ്കാരം നശിച്ചവരായ രാഗമില്ലാത്ത മഹർഷിമാർ. ഏതൊന്നിനെ ഇവിടെ അനുതാപം, പശ്ചാത്താപത്തിന് അർത്ഥം കൊടുത്തർത്ഥമാണല്ലോ. അങ്ങനെ അല്ലാണ്ട് ആവാം. വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന ശരീരം തന്നെ ഒരു ദുഃഖമാണ്. 70-75 കിലോ ഏറ്റി നടക്കുക. അത് അറിയണമെങ്കിൽ രോഗം വരണം, എന്നാലേ അറിയണം, അല്ലെങ്കിൽ അറിയില്ല. എന്താ ശരീരത്തിൻ്റെ ഭംഗി, അവൻ്റെ ഒരു പുഷ്ടിയും ഭംഗിയും വട്ട വേണമെങ്കിൽ എത്തും. ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും.
അയാൾക്കായാലും നമുക്കായാലും ആ അസുഖം ഇങ്ങോട്ട് വന്നു നോക്കണം, ഇവിടുന്ന് അപ്പുറത്തേക്ക് നടക്കണമെങ്കിൽ കൈ പിടിക്കണം എന്ന അവസ്ഥ വന്നാൽ അറിയും. ഈശ്വരാ, ഈ ശരീരം വെച്ച് ഇനി എങ്ങനെ കഴിയും ഇനിയുള്ള കാലം, അപ്പോഴേ അറിയൂ. ഈ പറയണതിൻ്റെയൊക്കെ അർത്ഥം ശരീരം കിട്ടിയതിൻ്റെ ഒരു പ്രാരബ്ധേ. 70 കിലോ ഏറ്റിയിട്ടാണ് നമ്മൾ നടക്കാൻ പറ്റാണ്ടാവും ചിലപ്പോൾ. ഇവിടുന്ന് അങ്ങോട്ട് പോണച്ചാൽ കൈ പിടിക്കണം, അല്ലെങ്കിൽ വണ്ടി വേണമെന്ന് അല്ലേ. അപ്പോൾ ആ ശരീരം കൊണ്ട് അനുതാപമാവാം, ദുഃഖിക്കണവരാവാൻ കിട്ടേണ്ടി വന്നല്ലോ ഈശ്വരാ. അതുകൊണ്ട് എന്താ ചെയ്യുക? ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ഭഗവാനെ ഭരിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുക. വേറൊന്നും ചെയ്യാനില്ല. നല്ലൊരു കാര്യമൊന്നും അല്ല ശരീരം, ആരും വിചാരിക്കേണ്ട. എന്താ അർത്ഥം? ശരീരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? ശീര്യതേ ഇത് ശരീര, കേടുവരുന്നത് എന്നാണ്. ഇത് നന്നാവില്ല വിചാരിക്കേണ്ട. എന്ത് വ്യായാമം, എന്ത് മരുന്നും, എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും ഇത് നേരെയാവും എന്ന് വിചാരിക്കേണ്ട. അഥവാ നേരെയാ വയസ്സാവലുണ്ട്, രോഗമുണ്ട്, ഒരു ദിവസം അവസാനിക്കലുണ്ട്. അതില്ല എന്നാർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കേടുവരുന്നതും ദുഃഖിപ്പിക്കുന്നതുമാണ്. അതിനാലാവാം ദുഃഖം. യത് ഹൃതിയിൽ അങ്ങനെ ഭഗവാനെ അറിയുന്നുവോ, സത്വേന സത്വഗുണം നിമിത്തം ഭജിക്കുന്നവർക്ക്, സാത്വിക ഗുണത്താൽ ഭജിക്കുന്നവർക്ക് സത്യം തം പരമാത്മതത്വം, പരമാത്മതത്വത്തെ ആകുന്ന അങ്ങയെ ഞങ്ങൾ അറിയുന്നു. അങ്ങനെ ഭജിക്കുന്നവർക്ക് ഏറ്റവും വലിയ തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ ഇവർ പറയും ഈശ്വരൻ തന്നെയാണ്, പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഏതൊരു ഭഗവാനെയാണോ ശരീരം കൊണ്ട് വിഷമിക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയാ അനുതാപേന, ശരീരം എടുത്താൽ ദുഃഖമേ ഉള്ളൂ, ആർക്കും അത്രയേ ഉള്ളൂ, അങ്ങനെ വിഷമിക്കുന്ന മഹർഷിമാർ സദാ ഹൃദയത്തിൽ കാണുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ ഇതാ മുമ്പിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ അറിയുന്നു. വിദാമ അറിയുന്നു, തൻ താം വിദാമ, അങ്ങനെയുള്ള ഈശ്വരനെ ഞങ്ങളിതാ കാണുന്നു, അറിയുന്നു. മുമ്പിലുണ്ടല്ലോ ഭഗവാൻ. തം ത്വാ വിദാമ ഭഗവൻ പരമാത്മതത്വം സത്തേന സംപ്രതിരതിൻ്റെ ജയന്തമേഷാം എത്തേനുത്താപ വിദിതേത്തിടഭക്തിയോഗേ ഗ്രന്ഥയോ ഹൃദയവിദുർ മുനയോ വിരാഗ. ഏതൊരു മഹർഷിമാരാണ് സർവരാഗങ്ങളും ഉപേക്ഷിച്ച്, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ബന്ധം എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രപഞ്ചബന്ധത്തെ ഗ്രന്ഥി വിടുന്നത്. അങ്ങനെയുള്ള ഈശ്വരൻ ഞങ്ങളുടെ കണ്ണിന് ഗോചരമായി, അത് ഞങ്ങളുടെ മഹാഭാഗ്യം. നാത്യന്തികം വിഗതയന്ത പിതേ പ്രസാദം കിന്ത്വന്യതർ കിന്തു പ്ലസ് അന്യത് വാക്ക് പോണത് ശ്രദ്ധിക്കാനുണ്ടേ. കിന്തു എന്നാൽ എങ്കിലും എന്നൊക്കെ അർത്ഥമാണ്. അതിന് സന്ദർഭത്തിന് എന്താ അർത്ഥം വരിക? കിന്തുവിന് വാക്ക് കിന്തു ആണ്. കിന്തുവ എന്ന് ചേർന്ന് വന്നു. അന്യത്, കിന്തു പ്ലസ് അന്യത് മനസ്സിലാക്കേണ്ടത് ഇവിടെ വായിക്കുമ്പോൾ തെറ്റാണ്ടിരിക്കാനും എങ്ങനെ വന്നു എന്നറിയാനും ആവശ്യമാണ്. കിന്തു പ്ലസ് അന്യ കിന്ത്വന്യ. അർപ്പിത ഭയം ബ്രുവ ഉന്നയേത്തേ യോങ്ക അങ്ക ഏങ്ക വിളിക്കുകയാണ്. ഏ അങ്ക ത്വദംഘ്രിശരണാഭവതക്കതായ കീർത്തന്യതീർത്ഥേശസകുശലാരസജ്ഞാം. ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ് കീർത്തന്യതീർത്ഥേശസ. നാവുകൊണ്ട് കീർത്തിക്കുകയാണ് ഈ മനുഷ്യനെയൊന്നും അല്ല കീർത്തിക്കേണ്ടത്. നമ്മൾ പലരും മനുഷ്യന്മാരെ കാര്യസാധ്യത്തിന് കീർത്തിക്കണവരാ. മുഖ്യമന്ത്രിയെ ആവാം, നേതാവിനെ ആവാം, അവരെ കൊണ്ട് കാര്യമുണ്ട്. അതിന് കീർത്തിക്കുക. അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ പറയും എനിക്ക് അത്ര ബഹുമാനം ഉണ്ടായിട്ടൊന്നുമില്ല, കാര്യം നടക്കണ്ടേ, കാര്യത്തിന് കഴുതക്കാലം പിടിക്കണം നമ്മൾ പറയാറില്ലേ. ലോകത്തിൽ ഈ പരസ്പരം പ്രശംസിക്കലൊക്കെ അത്രയേ ഉള്ളൂ. നമ്മളെപ്പോൾ ഒരാൾ പ്രശംസിച്ച് നമ്മൾ സന്തോഷിക്കുന്നു വേണ്ട, അയാൾക്ക് എന്തോ ഒരു കാര്യം നമ്മളെ കൊണ്ട് നേടാണ്ട്. പക്ഷേ ഭഗവാന്റെ സ്ഥിതി അങ്ങനെയല്ല. ഒന്നും ഭഗവാനെ കൊണ്ട് നേടാനില്ലെങ്കിലും കീർത്തിക്കപ്പെടേണ്ടവനാണ് ഭഗവാൻ. അതാണ് കീർത്തന്യ തീർത്ഥേശസ. സാധാരണക്കാരെ പോലെയല്ല. യഥാർത്ഥത്തിൽ കീർത്തിക്കേണ്ടത് ആരെയാന്ന് ചോദിച്ചാൽ ഭഗവാനെ തന്നെയാണ് കീർത്തിക്കേണ്ടത്. അങ്ങനെയുള്ള യശസ്സോടു കൂടിയ ഭഗവാൻ ഭവത നിന്തിരുവടിയുടെ കഥയുടെ രസം, കഥയുടെ രസത്തെ അറിയുന്നവരും,
അവിടെ എന്താ ചോദിച്ചാൽ ഈ കഥ അറിഞ്ഞാൽ പോരാ, കഥയുടെ രസമാണ് അറിയേണ്ടത്. രസം അറിയാതെ കഥ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. കഥയുടെ രസം എന്താ? എന്ത് സംശയിക്കണം, ഭക്തി തന്നെ. കഥയുടെ രസം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. ആ ഭക്തിയോട് കൂടിയിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യണം. അപ്പോഴാണ് കഥയുടെ രസത്തിലേക്ക് എത്തുന്നത്. രസപ്രവാഹ, രസഗ്രഹം, രസത്തിനോട് കൂടിച്ചേരുക ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. കഥയിൽ ഒരു രസമുണ്ട്. ഉദാഹരണം, ഇപ്പോൾ വെറുതെ കുറച്ച് ഭക്ഷണം വാരി തിന്നുന്നതും കഴിക്കുന്നതും രസം അറിഞ്ഞ് രുചിക്കുന്നതും വ്യത്യാസമല്ലേ? അതാതിൻ്റെ സ്വാദുണ്ടോ, ഉപ്പ് കൂടുതലുണ്ടോ കുറവുണ്ടോ, എനിക്ക് തന്നെയാണോ അത് പാകം ചെയ്ത് എന്ന് അറിഞ്ഞ് ആസ്വദിച്ച് ഒരു വിഭവം എടുക്കേണ്ട സമയം എടുത്ത് കഴിക്കണതും വാരി തിന്നണത് വ്യത്യാസമല്ലേ? വളരെ വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് ഇവിടെയും. കഥ അങ്ങനെ കേട്ടു, അതങ്ങനെ പറഞ്ഞു, അതല്ല. ഭക്തിയോട് കൂടിയിട്ടാണ് കേൾക്കേണ്ടത്. അതിന് വിശ്വാസം വേണം. വിശ്വാസത്തോടും കൂടിയിട്ടും കണ്ണടച്ച് അവിടെ കേൾക്കുക. അപ്പം അത്രയും സമയം നമ്മുടെ മനസ്സിൽ ഭഗവത് സ്വരൂപം ഉണ്ടാവണം, നാവുമ്പിൽ നാമജപം ഉണ്ടാവണം. അങ്ങനെയൊക്കെ കേൾക്കണം. നിഷ്ഠയോട് കൂടിയിട്ട് കേൾക്കണം. വേറെ എവിടേക്കും ശ്രദ്ധ പോവരുത്. നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്നാണ് സപ്താഹത്തിലിരിക്കുമ്പോൾ. വെറുതെ ഇങ്ങനെ നാമം ജപിക്കുക. നാമം ജപിച്ചാൽ അതിന് ശ്രദ്ധ പോവില്ല. അതിനാണ് ഈ എണ്ണണതല്ല, എണ്ണത്തിന് പ്രസക്തിയില്ല. പക്ഷേ ആ എണ്ണുമ്പോൾ നമുക്കതിലൊരു ശ്രദ്ധയുണ്ടാവും. അത്രയേ ഉള്ളൂ. കുറേ കഴിഞ്ഞാൽ എണ്ണ അതുവരെയുള്ളതൊക്കെ തട്ടിക്കളയാം. പത്ര ജപിച്ചു എന്നാരെയും ബോധ്യപ്പെടുത്താനില്ല. പക്ഷേ ഓരോ നാമം ചെല്ലുമ്പോൾ ഓരോ വിരൽ മടക്കിയാൽ നമുക്കതിൽ നിന്ന് വേറെ ആയിട്ട് അലസത വരില്ല. അതിങ്ങനെ തുടർന്ന് പോവും. അപ്പം നാമം ജപിച്ചുകൊണ്ട് കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക, കണ്ണടച്ച് കേൾക്കുക, എവിടേക്കും ശ്രദ്ധ പോവാതെ കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ രസം നമുക്കറിയാം. ആ രസം കിട്ടിയാലേ കാര്യമുള്ളൂ. ഫലം രസമാണ്. ഫലത്തിലെത്താണ്ട് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം കഥാരസേന അത്യന്തികം വിഗണയന്തിപിതേ പ്രസാദം. ഇവിടെ പറഞ്ഞു, ആ കഥായ കീർത്തന്യ തീർത്ഥയശസ കുശല രസജ്ഞാഹ. കഥ കേൾക്കുക മാത്രമല്ല, അതിൻ്റെ രസം ഉൾക്കൊണ്ടുകൊണ്ട് രസജ്ഞന്മാരായി തീരുക. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവണു? കുശല, അവനവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സമർത്ഥരായ ഏതൊരുത്തർ ത്വദംഘ്രിശരണ, നിന്തിരുവടിയുടെ പാദത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ, അവർ അങ്ങയുടെ പുരികത്തെ ഉന്നയി ചലനങ്ങളാൽ അർപ്പിത ഭയം, നിശ്ചയിക്കപ്പെട്ട ഭയത്തോടുകൂടി അന്യമായതിനെ ന വിഗണയതി, ഗണിക്കുന്നില്ല. ഈശ്വരകഥകൾ കേട്ട് രസജ്ഞ, രസം ആസ്വദിക്കുന്ന ഒരു കൂട്ടർ, കഥകളുടെ രസമറിയുന്നവർ അങ്ങയുടെ പാദത്തെ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് നല്ലത് വന്നാലും ചീത്ത വന്നാലും ആക്ഷേപമില്ല. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലും ആക്ഷേപമില്ല. ഒന്ന് കിട്ടും തീർച്ചയാണ്. ഭഗവാന്റെ പാദത്തിലുള്ള ആസക്തി കിട്ടും, അത് ഉറപ്പാണ്. അതുതന്നെയാണ് പുരുഷാർത്ഥം. പഞ്ചമ പുരുഷാർത്ഥമാണ് ഭക്തി. അപ്പോൾ അവർക്ക് യാതൊന്നിനെക്കുറിച്ചും ആക്ഷേപമില്ല. സർവാത്മന, എങ്ങനെയായാലും എന്നർത്ഥം. ഗുണമായാലും ദോഷമായാലും കഷ്ടമായാലും സുഖമായാലും ദുഃഖമായാലും സർവാത്മന, ഏത് രീതിയിലും അവർക്കൊരു ഇതുകൊണ്ടൊരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്യണത്. അത് തന്നെ ഒരു ലക്ഷ്യമാണ്, അതിന് വേണ്ടിയിട്ടാണ്. ആണ് ഈ സർവാത്മന ശരണം പ്രാപിക്കൽ. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത അങ്ങയുടെ പ്രസാദരൂപമായ മോക്ഷത്തിൽ പോലും അവർക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഈ ലോകത്തിലത്തെ സുഖത്തിലുണ്ടോ? അതുമില്ല. പരലോകസുഖമായ സ്വർഗാദികളിൽ ഉണ്ടോ? അതുമില്ല. ഇതൊക്കെ പോട്ടെ, മോക്ഷത്തിൽ ആഗ്രഹമുണ്ടോ? അതുമില്ല. 3 ആഗ്രഹമാണ് സാധാരണ ഒരാൾക്ക് ഉണ്ടാവുക എന്നാണ്. ഒന്ന്, ഈ ലോകത്തിൽ സുഖം അനുഭവിക്കണം, ധനം വേണം, വീട് വേണം, മക്കൾ വേണം, ഭാര്യ വേണം, അവരുമായിട്ടൊക്കെ നന്നായിട്ടിരിക്കണം, ആരോഗ്യം വേണം. ഇതൊക്കെ ഈ ലോകസുഖമാണ്. ആരും ആൾക്കാർക്ക് അതുണ്ടാവും ആഗ്രഹം. ഇല്ല, ആർക്കാണ് വേണ്ടാത്തത്? രണ്ടാമത്, മരിച്ചു പോയാലുള്ള ശ്രേയസ്, അതുണ്ടല്ലോ.
നമ്മുടെ വിശ്വാസപ്രകാരം ഇതോടുകൂടി കഴിയണില്ല. അപ്പോൾ അവിടെ വിഷമം വരരുത്. പരലോക സുഖം എന്ന് പറയും. മോക്ഷം ഇത് രണ്ടും അല്ല. സ്വർഗാദി സുഖങ്ങളല്ല മോക്ഷം, അതിൻ്റെ അപ്പുറത്താണ് മോക്ഷം. പക്ഷേ ഈ മൂന്നാഗ്രഹവും ഇല്ല ഭക്തന്മാർക്ക്. അതാണ് സർവാത്മനാ ശരണം പ്രാപിക്കൽ. ഈ മൂന്നിലും ലക്ഷ്യം ഇല്ല. മോക്ഷത്തിലേക്ക് കിട്ടുമ്പോൾ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം തന്നെ മുക്തി പ്രാപിച്ചവരെ എന്താ പറയുക? അവർക്ക് എന്തിനാ മോക്ഷം? ജീവൻ മുക്തി പ്രാപിച്ച്, മുക്തി എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷമുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ഭാഗവതം പറയണില്ല, ഒന്നും പറയണില്ല. ജീവൻ മുക്തി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മുക്താവസ്ഥയിലാവുക, സമാധി. അങ്ങനെയാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരം ഉള്ളപ്പോൾ മുക്തി അനുഭവിക്കുക. അവർക്ക് ഇനിയൊരു മോക്ഷം എന്തിനാ? ഒരു പ്രാവശ്യം പാലക്കാട് എത്തി വീണ്ടും പാലക്കാട് എത്തണോ? പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്, എന്തിനാ? പാലക്കാട് എത്താൻ തന്നെ. എനിക്ക് ഒന്നും കൂടി പാലക്കാട് എത്തണം കേട്ടോ, അതിനെന്താ വഴി? ആരെങ്കിലും ചിന്തിക്കലുണ്ടോ? പാലക്കാട് എത്തിക്കഴിഞ്ഞിരിക്കണില്ലേ, ഇനി എന്തിനാ എനിക്ക് പാലക്കാട് എത്തണം? എത്തിക്കഴിഞ്ഞു, ഇത് പാലക്കാടാ. അതുപോലെ ഈ ജീവൻ മുക്താവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്നിലും ആഗ്രഹമില്ലാത്ത തദംഗ്രി ശരണ, അതാണ് ഭക്തി. ഭവത കഥായ കൃതന്യത് കുശലാരസജ്ഞ. അല്ലെ സർവേശ്വര, അങ്ങയുടെ കഥകൾ കേട്ടതിൻ്റെ രസം, കഥ എപ്പോഴും രസം മനസ്സിലാക്കും കൂടി വേണം. വെറുതെ ഇങ്ങനെ കഥ കേട്ടു, ആദ്യമൊക്കെ അത് മതിയെങ്കിലും പിന്നീട് അത് പോരാ. അതിൻ്റെ ആ ഒരു തത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിട്ട് കേൾക്കണം. കഥ ഇമാർത്തേ കഥിത മഹീയസ എന്ന് അവസാനം പറഞ്ഞതാ. കഥകളൊക്കെ പറഞ്ഞത് കഥകൾക്ക് വേണ്ടി മാത്രമല്ല. എന്തിനു വേണ്ടി പറഞ്ഞു? ഓരോ കഥയ്ക്കും ഓരോ ഉദ്ദേശമുണ്ട്. ഭക്തി വർദ്ധിപ്പിക്കൽ തന്നെ പൊതുവേ പറയാച്ചാൽ അതുതന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അവിടേക്ക് എത്താതെ ഒരാൾ കഥ പറയുമ്പോൾ അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് ഭക്തിയുടെ ലക്ഷണമല്ല. കാരണം അവൻ രസം ഉൾക്കൊള്ളണില്ല. അപ്പോൾ ഉണ്ടോ തെറ്റ്? എവിടേക്കാണ് തെറ്റിക്കണം? ഇളെന്തൊക്കെ അബദ്ധ പറയണം, എന്തൊക്കെ സുബദ്ധ പറയണമെന്ന് ശ്രദ്ധിച്ചൂടെ? അപ്പോൾ അത് രസം ഉൾക്കൊള്ളാത്തവരാണത്രേ വിമർശിക്കുക. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. മറ്റവരെങ്ങനെ പറഞ്ഞാലും ഭഗവാന്റെ കഥയല്ലേ. ഈ 7 ദിവസത്തെ സപ്താഹത്തിൽ നമ്മൾ പറയുമ്പോൾ 70 മണിക്കൂറോളം ഏകദേശം വരുന്നുണ്ട്. എത്ര വാക്കുകളാണ് നമുക്ക് എണ്ണി കൊടുക്കാൻ പോലും കൂടി പറ്റില്ല. ചില വാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പാവും, ചിലത് അബദ്ധങ്ങളൊക്കെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ള നിലയ്ക്ക് വരും. അത് സ്വാഭാവികമാണ്. നമ്മളാരും കമ്പ്യൂട്ടറല്ലോ, മനുഷ്യനല്ലേ. അതിനെ മാത്രം എടുത്ത് പറയണ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല വേണ്ടത്. ഒരു രസം ഉൾക്കൊള്ളാത്തവരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞത്. അത് രസം ആസ്വദിക്കൂ. ചിലപ്പോൾ ഭംഗി കുറയും, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ്ക്കും, തെറ്റൊക്കെ സ്വാഭാവികമല്ലേ. മനുഷ്യനല്ലേ ഇതൊക്കെ പറ്റുള്ളൂ, മനുഷ്യത്തിന് പറ്റും. ടു എയർ ഈസ് ഹ്യൂമൺ. രസം ഗ്രഹിക്കൂ. പറഞ്ഞതിലത്തെ പെശകുകൾ അവിടെ ഇരിക്കട്ടെ, പെശകുകൾ നമ്മൾ എടുക്കാൻ ഞാൻ പോരെ. അങ്ങനെയുള്ളവർക്ക് സർവേശ്വര ആ രസത്തെ കൊടുത്ത് മോക്ഷം പോലും വേണ്ട എന്ന് തോന്നിക്കുന്ന അങ്ങയെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞങ്ങളുടെ ഭാഗ്യം. നാത്യന്തികംബികണ യന്തപിതേ പ്രസാദം കിന്തു അന്യത് അർപ്പിത ഭയം ബ്രുവ ഉന്നഹിസ്തേ യോങ്കത്വധംഗ്രി ശരണാഭവത കഥായ കീർത്തന്യതീർത്ഥശതകുശലാരസജ്ഞ. ഭക്തന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഈ കാമംബവ സ പ്രജിനേർ നിരയേഷു നർത്ത ചേതോളിവത്യതി നുതേ പദയോരമേത വാചശ്ച നസ്തുളസിവദ്യതി തേംഗ്രിശോ ശോഭ പൂര്യേതത്തെ ഗുണഗണേർ യതി കർണരേന്ദ്ര. ന ചേത, ന വിസർഗം ഞങ്ങളുടെ, മനസ്സ് ചേതസ് സർഗില്ലെങ്കിൽ നെഗറ്റീവ് വിസർഗട്ട പരാശമനത അതെങ്കിലും പഠിയട്ടെ ചേട്ടാ. അപ്പം ന ഞങ്ങളുടെ മനസ്സ്, അലിവത് വേണ്ട പോലെ അങ്ങയുടെ പാദങ്ങളിൽ, ഉപമയാണ് കേട്ടോ. അളി എന്നാണ് അലിവത്ത് പറഞ്ഞാൽ അളിവത്ത്, വണ്ട് പോലെ. അലി എന്ന് വായിക്കരുത്, അളിവത്താണ്. ചേതോ അളിവത്യതി, രണ്ടാമത്തെ വരി, ശ്ലോകത്തിൽ രണ്ടാമത്തെ വരി. ചേതോ അലി എന്നാണ് എഴുതുക. സംസ്കൃതമാകുമ്പോൾ ഒരു വാക്ക് എഴുതാനുള്ളൊരു അക്ഷരം വായിക്കുമ്പോൾ അളിയാണ് അവിടെ, അലിയല്ല.
വച്ചിരിക്കുമ്പോൾ വ്യത്യാസമുണ്ട്, എഴുതുമ്പോൾ ഒരേ വാക്കാണെങ്കിൽ. അപ്പോൾ ചേതോലി എന്ന് തെറ്റല്ല എങ്കിലും ചേതോളി എന്നാണ് കൂടുതൽ ശരി എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ചേതോളി വത്യതി നുതേ പദയോ രമേത. വണ്ട് ഏത് പ്രകാരത്തിൽ ആണ് ഉപമയാണ് അവിടെ. താമരയിലോ പുഷ്പങ്ങളിലോ തേൻ കുടിച്ചങ്ങനെ ഇരിക്കുന്നുവോ. തേൻ കുടിക്കുമ്പോൾ അതിന് ചെറിയൊരു മത്തുണ്ടാവും എന്നാണ്. ഈ തേനിന് അങ്ങനെ ശക്തി ഉണ്ടായി. ധാരാളമൊക്കെ തേൻ കുടിച്ചാൽ മത്ത് പിടിക്കുക, ചെറുതായിട്ടിങ്ങനെ മയങ്ങി പരിസരബോധം നഷ്ടപ്പെടുക. ആ വണ്ട് വേറൊന്നും അറിയുന്നില്ല. അതുപോലെ ഭഗവത് പാദത്തിലേക്ക് എങ്ങനെ ലയിച്ചാൽ തുടങ്ങി ഇങ്ങനെ വന്ന് അതിനോടുകൂടി അടുക്കുമ്പോഴേക്കും ക്രമേണ ഈ ലോകത്ത് നമ്മൾ വേറെയാവും. യദിനു രമേത, വണ്ടുപോലെ ആ പാദത്തിൽ രമിക്കുമെങ്കിൽ ന വാച, ഞങ്ങളുടെ വാക്കുകൾ തുളസിവത്, തുളസിയെ പോലെ തേ അങ്ങയുടെ അംഗ്രിശോഭ, പാദനിമിത്തം ശോഭയുളവാകുമെങ്കിൽ. ഇപ്പോൾ കഥാശ്രവണത്തിൻ്റെയും ഭഗവത് ഭക്തിയുടെയും മാഹാത്മ്യം എപ്രകാരം തുളസി വളരെയേറെ ശുദ്ധമായിട്ട് ശോഭിക്കുന്നുവോ, വണ്ട് എപ്രകാരം തേൻ കുടിച്ചെല്ലാം മറന്നിരിക്കുന്നുവോ, അതുപോലെ ആ കഥാശ്രവണത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ലക്ഷ്യം. ഇനി അവിടുന്ന് അങ്ങോട്ട് വേറൊന്നും അതുകൊണ്ട് നേടാൻ ഇല്ല. അങ്ങനൊരു ഭാവം കൂടി വന്നാൽ അയാൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് സർവേശ്വര അങ്ങയുടെ പാദശോഭ, പാദത്തിൻ്റെ ആ ശോഭ, അംഗ്രിശോഭ, കർണരന്ധ്ര, ശ്രോത്രദ്വാരം കൊണ്ട്, കർണരന്ധ്ര ശ്രോത്രദ്വാരം കൊണ്ട് യതി ശോഭം ഉള്ളതാകുന്നുവെങ്കിൽ. വണ്ട് തേൻ കുടിക്കുന്നു, അതുപോലെ തന്നെ പുഷ്പം ശോഭിക്കുന്നു. ആ പാദപത്മങ്ങളുടെ ശോഭ പോലെ, പാദപത്മം തന്നെ വളരെ ശോഭയാണ്, തുളസി ശോഭയുള്ളതും ഗന്ധമുള്ളതുമാണ്. അതുപോലെ ഞങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ചെവി ശോഭയുള്ളതാവണം. എങ്ങനെ ചെവിയെ ശോഭിപ്പിക്കുക? നല്ല കുണ്ടലങ്ങളോ വളയോ റിങ്ങോ കുടക്കിടക്കിനോ ഇട്ടിട്ടല്ല എന്ന് പറയുകയാണ് ഇവിടെ. നിൽക്കേണ്ടതൊക്കെ കെട്ടി തൂക്കിയിട്ടേ ചിലപ്പോൾ വലിയത് കെട്ടി തൂക്കലാവും ഫാഷൻ അല്ലേ. ഇപ്പോൾ വലുതായി 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 വരുന്നതാണോ? എന്താ രസം. ചിലപ്പോൾ കാണാം ചെറുതായി ചെറുതായി വരുന്നു. എങ്ങനെ ഇട്ടാലാണ് ചെവി നാലാൾ നോക്കുക എന്നാണ് ഈ കെട്ടി തൂക്കണവരുടെ വിചാരം. ഇതൊന്നുമല്ല ഭക്തന്മാർ നോക്കണത്. ചെവിയിലും തലയിലും എന്തണിഞ്ഞു എന്നൊന്നും അവർ നോക്കുന്നില്ല. തല കൊണ്ട് നമസ്കരിക്കുന്നുണ്ടോ, അത് ആണ് അവർ ശ്രദ്ധിക്കുക. മഹാന്മാരെ കാണുമ്പോൾ നമസ്കരിക്കുക. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ചെവി കൊണ്ട് ഈശ്വര കഥകൾക്കായിട്ട് തുറന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ, എന്നാൽ ആ ചെവി ശോഭനമാണ്. അല്ലെങ്കിൽ വലിയ കാര്യം എന്ത് കെട്ടി തൂക്കിയിട്ടും കാര്യമൊന്നുമില്ല. കപടട്ട് പോകേണ്ടതാ അല്ലേ. ഇത് കെട്ടി തൂക്കിയാൽ മരിക്കുമ്പോൾ ആ കഴിച്ചു വെച്ചോളൂ കേട്ടോ പറയും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. അതുവരെ ഈ ശരീരത്തിൽ അത് കിടക്കുന്നേയുള്ളൂ. അപ്പോൾ അതല്ല വേണ്ടത്. എന്താ അങ്ങോട്ട് കൊണ്ടുപോകാൻ കിട്ടുക? എത്രത്തോളം കേട്ടിട്ടുണ്ട് ഈശ്വരകഥ, ഭഗവത് കഥ, ഭാഗവതം, അത് കൊണ്ടുപോകാൻ കിട്ടും. വേറെ ആർക്കും കിട്ടൂല. അത് അവകാശം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ അച്ഛൻ നാമം ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ നാമം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ഫലം വേണം. അത് തരാവില്ല. അതിന് നോമിനി ഇല്ല. ഈശ്വരകഥകൾ കേട്ടത് അതാത് ജീവന് മാത്രം ഉള്ളതാണ്. അതാണ് ചെവിയുടെ ശോഭ. അതുകൊണ്ട് ഈശ്വരകഥകൾ കേട്ടതായിട്ടുള്ള ശോഭയോട് കൂടിയിട്ടുള്ള കണ്ണ് അല്ല ചെവി ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. യതി പൂര്യേത നിറയപ്പെടുമെങ്കിൽ നിരയേഷു നരകത്തിൽ ഞങ്ങൾക്ക് ജന്മം ഭവിച്ചു കൊള്ളട്ടെ എന്ന് പറയുകയാണ് ഇവിടെ. അങ്ങയുടെ ഗുണഗണ സമൂഹങ്ങളാൽ നിറയപ്പെടും എന്നാണെങ്കിൽ നിരയം എന്ന് പറഞ്ഞാൽ നരകം. നിരയം എവിടെ? നിരയം കാമം ഭവസ്തവൃജനെ നിരയേഷു നസ്താച്ഛേദോ. നിരയേഷു ആദ്യത്തെ വരിയില്ല. കാമം ഭവസ്തവൃജനെ നിരയേഷു നസ്ത. നിരയം നരകം. ഇതപ്പോൾ ഇവിടെ പറഞ്ഞത് നരകം ഇവിടെ എങ്ങനെയാണ് കൊണ്ടിരുന്നത്? എന്താ അർത്ഥം? ഭഗവാനെ അങ്ങയുടെ കഥ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നരകത്തിലായാലും പേടിയില്ല. കാരണം കഥയുണ്ടല്ലോ. ആ നരകം നരകമല്ലാണ്ടാവും. സ്വർഗത്തിലാണെങ്കിലോ
ഈശ്വര കഥയില്ലെങ്കിൽ അതാവും ഞങ്ങൾക്ക് ദുഃഖം. സർവേശ്വര, ഏത് സ്ഥലത്തായാലേക്കോട്ടെ ഞങ്ങൾ അനുഭവിച്ചോളാം ദുഃഖം, ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ അവിടെ എന്തുണ്ടാവണം? ഈശ്വരകഥ ഉണ്ടാവണം. ഈശ്വരകഥ ഇല്ലാത്ത സ്വർഗവും ഞങ്ങൾക്ക് ദുഃഖമാണ്. ആണ് അവിടെ പറഞ്ഞത്. കാമം അങ്ങനെയുള്ള കഥകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നരകത്തിലും വസിച്ചു കൊള്ളാം. ആ നരകം ഞങ്ങൾക്ക് നരകമല്ല. പ്രാദുശ്ചകർത്ത യദിദം പുരുഹൂതരൂപം തേനേശ നിവൃതിം അവാപുരലം വൃശോന തസ്മാ ഇദം ഭഗവതേ നമൈധിദേമ യോന്നാത്മനാന്ദുരിതയോ ഭഗവൻ പ്രതീത. യാതൊരുത്തൻ അനാത്മന, അന്ധക്കരണം സ്വാധീനമല്ലാത്തവനെയാണ് അനാത്മാക്കൾ എന്ന് പറയുക. ആത്മാവിൽ രമിക്കുന്നവൻ ആത്മാരാമന്മാർ, ആത്മാവിനെ വിസ്മരിക്കുന്നവർ അനാത്മാക്കൾ. ദുരിതയ, ഉദയത്തോടു കൂടിയവനോ അവൻ ഭഗവാൻ അല്ലെങ്കിൽ സർവേശ്വര. പ്രതീത, പ്രത്യക്ഷമായി അറിയപ്പെട്ടു. ഈശ, ഈശ്വര. പുരുഹൂത, കീർത്തിയോടു കൂടിയവനെ ഇതൻ രൂപം പ്രത്യക്ഷമാക്കി. അനാത്മാക്കൾക്കും കൂടി ഈ ലോകത്തെ കാണിക്കുന്നു. പരമകീർത്തിയോട് കൂടിയിട്ടുള്ള ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ഈ സ്വരൂപത്തെ അങ്ങ് ഞങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷമാക്കി. വിഷയങ്ങളെ ചിന്തിക്കുന്നവർക്ക് ഈശ്വര ദർശനോ അനുഭവം ഉണ്ടാവില്ല. അങ്ങനെ കിട്ടാത്ത അസുലഭമായ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അത് അങ്ങയുടെ അനുഗ്രഹം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഭാഗ്യം. അങ്ങനെയുള്ള ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹമായി, ഭഗവാനെ കണ്ട അനുഗ്രഹമായില്ലേ, അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? അതിന് അങ്ങേക്ക് നമസ്കാരം, നന്ദിയോട് കൂടിയിട്ട് നമസ്കരിക്കുകയാണ്. ഈ ദർശനം തന്നെ ഞങ്ങളുടെ പരമവാഹിനാണ് ഇപ്പോൾ അവർ വന്നതേ. ബാക്കിയൊന്നവരുടെ വിഷയം ഇടയിൽ സംഭവിച്ചു എന്നൊരു കാണാമെന്നാണോ, എന്തിനാ വന്നത്? കാണാൻ വന്നു, ഇടയ്ക്കിങ്ങനെ കാണുക, അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം. വിഷയികൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള അങ്ങയുടെ രൂപം കാണിച്ചു തന്നതിന്, ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് വളരെയേറെ സന്തോഷത്തോട്ട് ഞങ്ങൾ അങ്ങേ നമസ്കരിക്കുന്നു. പ്രാദുശ്ചകർത്ത യദിദം പുരുഹൂത, കീർത്തിയുള്ളവനെ വിളിക്കുകയാണ്. രൂപത്തേനേശ നിർവൃതിം അവാപു അലം ത്രിശോന തസ്മാ ഇദം ഭഗവതേ നമൈദിദേമ യോന അനാത്മനാ ദുരിതയോ. അനാത്മാക്കൾക്ക്, ആത്മബോധമില്ലാത്തവർക്ക് കാണാൻ പറ്റാത്ത ദുരിതയോ, അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഭഗവാൻ പ്രതീത. അധ്യായം മുഴുവനോക്കോട്ടെ, 2 മിനിറ്റ് അധികമായി. ഇതിൻ്റെ പാരായണം അടുത്ത ഭാഗത്ത് നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.